പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ക്ഷേത്ര ആചാരങ്ങൾ, ക്ഷേത്ര പൂജകൾ എന്നിവയെ പറ്റിയാണ്. ഒരു സാമാന്യ വിവരം, വലിയ ആഴത്തിലുള്ള ഒരു പഠനമൊന്നുമല്ല, ഒരു സാമാന്യമായൊരു വിവരം ലഭിക്കത്തക്ക രീതി. ശ്രീ മഹാഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവ ഉപദേശത്തിൽ ക്ഷേത്ര പൂജകളെപ്പറ്റിയും ആരാധനാ ക്രമങ്ങളെപ്പറ്റിയുമെല്ലാം വിവരിക്കുന്നുണ്ട്. സാധാരണ ഒരു ക്ഷേത്രത്തിൽ ഉഷപൂജ, എതിർത്ത പൂജ, പന്തീരടി പൂജ, ഉച്ചപൂജ, അത്താഴ പൂജ എന്നിങ്ങനെ 5 പൂജകളാണ് ഉണ്ടാവുക. ബ്രാഹ്മമുഹൂർത്തത്തിൽ ശംഖനാദത്തോടും വാദ്യഘോഷത്തോടും കൂടി പള്ളി ഉണർത്തുമ്പോൾ ക്ഷേത്രത്തിൽ ഒരു ദിവസം ആരംഭിക്കുന്നു. കുളിയും പ്രാതസന്ധ്യാവന്ദനാദികളും, തേവാരം എന്ന് പറയും, കഴിഞ്ഞ് മേൽശാന്തി തറ്റുടുത്ത് കാല് കഴുകി ആചമിച്ച് ജപിച്ച് തളിച്ച് തിരുനടയിൽ വന്ന് തൊഴുത് മണിയടിച്ച് ശ്രീകോവിൽ നട തുറക്കുന്നു. അകത്ത് കടന്നാൽ മേൽശാന്തി ആദ്യം വിളക്ക് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് തലേ ദിവസം അണിയിച്ച മാലകളും പൂജിച്ച പുഷ്പങ്ങളുമെല്ലാം മാറ്റുന്നു. വിഗ്രഹത്തിൽ നിന്നും ഇവ മാറ്റുന്നതിന് മുൻപ് നടത്തുന്ന ദർശനത്തിന് നിർമാല്യ ദർശനം എന്നാണ് പറയുന്നത്. നിർമാല്യ ദർശനം അതിവിശിഷ്ടമായി ഭക്തജനങ്ങൾ കരുതുന്ന ഒരു ദർശനമാണ്. നിർമാല്യം മാറ്റിയതിന് ശേഷം എണ്ണയാടി, ഇഞ്ച, വാകപ്പൊടി ഇവകളാൽ ദേവവിഗ്രഹത്തെ തേച്ച് കുളിപ്പിക്കുന്നു. അതിനുശേഷം തീർത്ഥമുണ്ടാക്കി അഭിഷേകാദികളും ചെയ്ത് പുതിയ മാല്യങ്ങൾ ചാർത്തി മലർ നിവേദ്യം കഴിക്കുന്നു. അതിനുശേഷമാണ് ഉഷപൂജ, അതായത് പ്രഭാത പൂജ. അത് കഴിഞ്ഞാൽ എതിർത്ത പൂജ. എതിർത്ത പൂജ എന്ന് പറഞ്ഞാൽ എതിരേൽപ്പ് പൂജ എന്നാണ് അർത്ഥം. എതിരേൽക്കുന്ന പൂജ. ഇത് ഉപദേവന്മാരെയും ക്ഷേത്രപാലകരെയും ഉണർത്തി എതിരേൽക്കുന്ന പൂജയാണ്. അതിനാണ് എതിർത്ത പൂജ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ശിവേലി, അതായത് ശ്രീബലി. ദേവൻ്റെ പാർഷദന്മാർക്കും പരിവാരങ്ങൾക്കും ബലി തൂവുന്ന ഈ ചടങ്ങോടുകൂടി രാവിലത്തെ പൂജകൾ അവസാനിക്കുന്നു. പിന്നീട് നടത്തുന്ന പൂജയാണ് പന്തീരടി എന്ന് പറയുന്നത്. നിത്യനവകവും 5 പൂജകളും ഉള്ള ക്ഷേത്രങ്ങളിൽ പന്തീരടി പൂജയ്ക്കാണ് നവകം ചൊല്ലി അഭിഷേകം ചെയ്യുന്നത്. നവകം എന്നത് ഒരു മന്ത്രമാണ്. 9 സംഖ്യകളുടെ ഒരു കൂട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓരോ പൂജകൾക്കും നിവേദ്യവും ഉണ്ടാകും. പിന്നെ ഉച്ചപൂജ. അത് കഴിഞ്ഞാൽ ഉച്ച ശിവേലി. അതോടുകൂടി മധ്യാഹ്ന പൂജകൾ സമാപിക്കുന്നു. വൈകുന്നേരം 5 മണിയോടുകൂടി ആരംഭിക്കുന്ന സായാഹ്ന പൂജകൾ രാത്രി 8 മണി വരെ ഉണ്ടാകും. പ്രദോഷ ദിവസങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ പ്രദോഷ പൂജയോടൊപ്പം അഭിഷേകവും പതിവുണ്ട്. മറ്റു ദിവസങ്ങളിൽ സന്ധ്യയ്ക്ക് അഭിഷേകം പതിവില്ല. ദീപാരാധനയ്ക്ക് ശേഷം അത്താഴപൂജയും അതിനുശേഷം അത്താഴ ശിവേലിയും നടത്തി നട അടയ്ക്കുന്നതോടുകൂടി ഒരു ദിവസത്തെ പൂജാകർമ്മം അവസാനിക്കുന്നു. സാമാന്യമായ ഒരു പൂജാകർമ്മമാണ് ഇവിടെ വിവരിച്ചത്. ഓരോ ക്ഷേത്രങ്ങളിലും അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ടാകാം. മഹാക്ഷേത്രങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടാവും. തീരെ ചെറിയ ക്ഷേത്രങ്ങളിൽ ഇതെല്ലാം ഉണ്ടായി എന്നും വരില്ല. അപ്പോൾ ഒരു സാമാന്യമായ വിവരണമാണ് നമ്മൾ പറഞ്ഞത്. ദേവവിഗ്രഹത്തെ കേന്ദ്രബിന്ദുവായി സങ്കല്പിച്ച് അതിന് ചുറ്റും ഘടികാരക്രമത്തിൽ, അതായത് ക്ലോക്ക് വൈസ് നമ്മൾ പറയും, ഘടികാരക്രമത്തിൽ വൃത്താകാരമായി ചുറ്റുന്നതിനാണ് പ്രദക്ഷിണം എന്ന് പറയുന്നത്. ക്ലോക്ക് വൈസാണ് ചുറ്റേണ്ടത്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ദേവചൈതന്യത്തിൻ്റെ ഊർജപ്രവാഹം ലഭിക്കുന്നതിന് വേണ്ടിയാണ് പ്രദക്ഷിണകർമ്മം ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യമാണ് ക്ഷേത്ര ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭക്തി അതിനുള്ള നിമിത്തമാകുന്നു. 4 അമ്പലത്തിനകത്തും പുറത്തും പ്രദക്ഷിണ വഴികൾ ഉണ്ടായിരിക്കും. പ്രദക്ഷിണ വഴി സുഗമ സഞ്ചാരത്തിന് ഉതകുന്ന രീതിയിലായിരിക്കണം. അതായത് കല്ലും കാടുമൊന്നും പിടിച്ചു കിടക്കുന്നതാവരുത്. കൂർത്തുമൂർത്ത കല്ലുകൾ പ്രദക്ഷിണ വഴിയിൽ ഉണ്ടാകരുത് എന്നർത്ഥം. ഓരോ ദേവതാ സങ്കല്പങ്ങൾക്കും വ്യത്യസ്തമായ എണ്ണം
പ്രദക്ഷിണങ്ങൾ വിധിച്ചിട്ടുണ്ട്. ഗണപതിക്ക് 1, സൂര്യദേവന് 2, ശിവന് 3, ദേവിക്കും വിഷ്ണുവിനും 4, അശ്വത്ഥനാരായണൻ അതായത് ആൽവൃക്ഷത്തിന് 7. ഇങ്ങനെയൊക്കെയാണ് കണക്ക്. ഇങ്ങനെ ഓരോ ദേവതാസങ്കല്പത്തിനും പ്രദക്ഷിണത്തിന് എത്ര പ്രദക്ഷിണം വേണമെന്നുള്ളതിന് കണക്കുണ്ട്. ഏകം വിനായകേ കുര്യാത് 2 സൂര്യേ 3 ശങ്കരേ 4 ദേവ്യാം വിഷ്ണും ച 7 അശ്വത്ഥം പ്രദക്ഷിണം. തന്ത്രഗ്രന്ഥങ്ങളിൽ പ്രദക്ഷിണത്തിൻ്റെ അർത്ഥം വിവരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ഛിന്നന്തി ഭയം സർവം, എല്ലാ ഭയത്തെയും ഇല്ലാതെയാക്കുന്നു, ഛിന്നമാക്കുന്നു. എന്നാൽ ദകാരോ മോക്ഷസിദ്ധിത, മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നതാണ് എന്ന അക്ഷരം. ക്ഷികാരത് ക്ഷീയതേ രോഗോ, രോഗങ്ങളെ ശമീപിക്കുന്നതാണ് എന്ന അക്ഷരം. നകാര ശ്രീപ്രദായക, ഐശ്വര്യത്തെ നൽകുന്നതാണ് നകാരം. അങ്ങനെയാണ് പ്രദക്ഷിണം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. വഴിപാട്, സാധാരണ നമ്മൾ വഴിപാടുകൾ കഴിക്കാറുണ്ട് ക്ഷേത്രത്തിൽ പോയാൽ. ക്ഷേത്ര ആരാധനയുടെ ഒരു ഭാഗമാണ് വഴിപാട്. അതൊരു ത്യാഗകർമ്മമാണ്. ഒഴിഞ്ഞ കൈകളുമായി രാജാവിനെന്ന് പറഞ്ഞാൽ ഭരണാധികാരി എന്നർത്ഥം, രാജാവിനെയോ ദേവതകളെയോ ഗുരുവിനെയോ കാണാൻ പോകരുത് എന്നാണ് പറയുന്നത്. രാജാവിന് തിരുമുൽക്കാഴ്ചയും ദേവതയ്ക്ക് വഴിപാടും ഗുരുവിന് ദക്ഷിണയും കരുതണം എന്നാണ് പ്രമാണം. പ്രദക്ഷിണം, വന്ദനം, നമസ്കാരം, വഴിപാട് ഇവയെ ക്ഷേത്ര ഉപചാരങ്ങളായി കരുതുന്നു. അപ്പോൾ ക്ഷേത്ര ഉപചാരങ്ങളിൽപ്പെട്ടതാണ് പ്രദക്ഷിണം, അതുപോലെ തന്നെ വഴിപാട്. കൂടെ ശ്രവണവും കീർത്തനവും മനനവും ആകാം. ശ്രോത്രേണ ശ്രവണം തസ്യ വചസാ കീർത്തനം തഥാ മനസാ മനനം തസ്യ മഹാസൗധനമുച്യതേ. ശിവപുരാണത്തിലുള്ള ഒരു ശ്ലോകമാണിത്. അതിൻ്റെ അർത്ഥം ചെവി കൊണ്ട് ഭഗവാന്റെ നാമങ്ങളും ലീലകളും കേൾക്കണം, വാക്കുകൊണ്ട് കീർത്തനങ്ങൾ ചൊല്ലണം, മനസ്സുകൊണ്ട് മനനം അഥവാ ഈശ്വര സ്മരണവും ചെയ്യണം. ഇവ മഹത്തായ സാധനകളാകുന്നു എന്ന് ശിവപുരാണം പറയുന്നു. ഇനി ഉത്സവം എന്താണ്? ആണ്ടുതോറും നടത്തുന്ന ദേവയജ്ഞമാണ് ക്ഷേത്ര ഉത്സവം. ഈതിബാധകളില്ലാതെ, കലഹങ്ങളില്ലാതെ രമ്യവും ക്ഷേമപൂർണവുമായ ഒരു സമൂഹ ജീവിതം ലഭിക്കുവാനായി കൂട്ടായി നിർവഹിക്കുന്ന ഈശ്വരപ്രീതികരമായ യജ്ഞമാണ് ഉത്സവം. ഇതുവഴി ദേവചൈതന്യം വർദ്ധിക്കുന്നു. ക്ഷേത്രത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധികൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീക്കപ്പെടുന്നു. അറ്റകുറ്റപ്പണികൾ തീർത്ത് പരിസരങ്ങൾ വൃത്തിയാക്കി മോടിയാക്കുന്നു ഉത്സവകാലമാകുമ്പോൾ. ക്ഷേത്രത്തിന് പുതിയ ഉണർവും ഐശ്വര്യവും ഉണ്ടാകുന്നത് വഴി സമാജത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും പുതിയ ഉണർവും ആനന്ദവും ലഭിക്കുന്നു. ഒരു നാട്ടിലെ ഉത്സവം എന്ന് പറയുമ്പോൾ അവിടെയുള്ള സകല ജീവജാലങ്ങൾക്കും ഒരു ഉണർവാണ് ഉണ്ടാക്കുന്നത്. ഉത്സവത്തിൻ്റെ അർത്ഥം തന്നെ ഇങ്ങനെ പതഞ്ഞു പൊങ്ങുന്ന, മുകളിലേക്ക് പതഞ്ഞു പൊങ്ങുന്ന എന്നാണ് അർത്ഥം. ഉത്സാഹഭരിതമായി മുന്നോട്ട് ഉയർച്ചയിലേക്ക് കുതിക്കുന്നത് എന്നാണ് അതിനർത്ഥം. പുരോഗതി. ഒരു മനുഷ്യവർഷം ദേവഗണങ്ങളുടെ ഒരു ദിവസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് മനുഷ്യന് ഒരു വർഷം എന്ന് പറഞ്ഞാൽ ദേവന്മാർക്ക് ഒരു ദിവസമാണ്. അതനുസരിച്ച് ആണ്ടിലൊരിക്കൽ ആഘോഷിക്കുന്ന ഉത്സവ ആഘോഷ ചടങ്ങുകൾ ദേവൻ്റെ ഒരു ദിവസത്തെ ചടങ്ങായി കണക്കാക്കാം. അപ്പോൾ ദേവൻ എന്ന് ഉത്സവമാണെന്നർത്ഥം. അതായത് ദേവനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഉത്സവ ദിനങ്ങളാണ്. ഇനി നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ തീർത്ഥം, പ്രസാദം ഇവ ലഭിക്കുന്നു. അതിൻ്റെ പ്രാധാന്യം നമുക്കൊന്ന് നോക്കാം. നാം ക്ഷേത്രത്തിൽ ചെന്നാൽ അവിടെ നിന്നും തീർത്ഥം സേവിക്കാറുണ്ട്. ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന തീർത്ഥം വെറും ജലമല്ല, അഭിഷേക ജലമാണ്. നമ്മുടെ ചില ഭരണാധികാരികളൊക്കെ തീർത്ഥം കയ്യിൽ കിട്ടി ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സ്മരിക്കാവുന്നതാണ്. അപ്പോൾ അത് വെറും ജലമല്ല, കൈ കഴുകാനുള്ളതോ മുഖം കഴുകാനുള്ളതോ ആയിട്ടുള്ള ജലമല്ല. അത് അഭിഷേക ജലമാണ്. ഭഗവാനെ അഭിഷേകം ചെയ്ത ജലമാണ് നമുക്ക് തീർത്ഥമായി ലഭിക്കുന്നത്. ശാസ്ത്രീയമായി ആ ജലത്തിന് പല പ്രത്യേകതകളുമുണ്ട്. വിഗ്രഹത്തിൽ ചാർത്തുന്ന മാലയും പൂക്കളും ഒക്കെ പല ഔഷധ ഗുണങ്ങളുമുള്ളതാണ്. ഉദാഹരണത്തിന് തുളസി, തെച്ചി, കൂവളം, ചെമ്പരത്തി,
തുടങ്ങിയവ. ഏകദേശം 24 മണിക്കൂറും ആ വിഗ്രഹത്തിൽ ഇതുപോലെ ഔഷധ ഗുണമുള്ള ഇലകളുടെയും പൂക്കളുടെയും മാലകളുടെയും വലിയൊരു കൂമ്പാരം തന്നെ ഉണ്ടാകും വിഗ്രഹത്തിൽ. ശ്രീകോവിലിനകത്തെ വിളക്കിൻ്റെ ചൂടും നീരാവിയും കൊണ്ട് ഈ പുഷ്പങ്ങളുടെയും ഇലകളുടെയും സുഗന്ധ തൈലങ്ങൾ ആ വിഗ്രഹത്തിൽ ആവിയായി നിക്ഷേപിക്കപ്പെടുന്നു. ദിവസവും രാവിലെ 5 മണിയോടെ അഭിഷേകം നടക്കുന്ന ക്ഷേത്ര വിഗ്രഹത്തിൽ അടുത്ത അഭിഷേകം അടുത്ത ദിവസം രാവിലെയേ ഉള്ളൂ. അതുകൊണ്ട് 24 മണിക്കൂറും ശ്രീകോവിലിനകത്തുള്ള വായു പൂരിതമായിരിക്കുന്ന പൂക്കളുടെയും ഇലകളുടെയും ചന്ദനത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും എസൻഷ്യൽ ഓയിൽ എന്ന ഔഷധ സമൃദ്ധമായ രാസവസ്തുക്കളാണ് വിഗ്രഹത്തിൽ നിറയുന്നത്. ഓരോന്നിൻ്റെയും എസൻസ് ആയിട്ടുള്ള ഓയിൽ അത് ആ വിഗ്രഹത്തിൽ നിറയുകയാണ്. നിർമ്മാല്യം കഴിഞ്ഞ ശേഷം ജലം കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ ആ അഭിഷേക ജലത്തിന് ഈ ഔഷധ ഗുണങ്ങൾ ഉണ്ടാകും. അതാണ് ആ ജലമാണ് തീർത്ഥമായി നാം സേവിക്കുന്നത്. അതൊരു തുള്ളി നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ അതിന് ഔഷധ ഫലമുണ്ടാകുന്നു. ചിലപ്പോൾ ആ തീർത്ഥജലത്തിൽ കുറേ കൂടി തുളസിയും കർപ്പൂരവും പനിനീരും മറ്റും ചേർക്കാറുണ്ട്. അപ്പോൾ ഔഷധഫലം ഒന്നുകൂടി വർദ്ധിക്കുന്നു. അതുകൊണ്ട് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന തീർത്ഥം വെറും ജലമല്ല എന്ന് നാം അറിയുക. ചന്ദനം, കുങ്കുമം, മഞ്ഞൾ എന്നിവയാണ് സാധാരണയായി ക്ഷേത്രങ്ങളിൽ നിന്നും പ്രസാദമായി ലഭിക്കുന്നത്. ക്ഷേത്ര ദർശനം നടത്തിയതിൻ്റെയോ ഭക്തിയുടെയോ മാത്രം അടയാളമല്ല ഈ ചന്ദനവും ഭസ്മവും കുങ്കുമവും. മറിച്ച് ഇവ നൽകുന്ന ഗുണങ്ങൾ ഏറെയാണ്. മനസ്സിനും ശരീരത്തിനും ഉണർവേകുന്നതിനും മുഖകാന്തി വർദ്ധിപ്പിക്കുന്നതിനും എല്ലാം ഉത്തമമായ ഒന്നാണ് ചന്ദനം. മാത്രമല്ല ശരീരത്തിൻ്റെ താപനില കുറച്ച് കുളിർമയേകാനും ചന്ദനം സഹായകമാണ്. വിഷ്ണുവിനെയാണ് ചന്ദനം പ്രതിനിധീകരിക്കുന്നത്. എന്നാൽ ചന്ദനം തൊടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എങ്കിൽ മാത്രമേ അത് തൊടുന്നത് കൊണ്ടുള്ള ഗുണം പൂർണ്ണമായി ലഭിക്കുകയുള്ളൂ. ക്ഷേത്രത്തിനകത്ത് വച്ച് തന്നെ ചന്ദനം തൊടുക എന്നത് പലരുടെയും ശീലമാണ്. എന്നാൽ ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് ചന്ദനം തൊടാൻ പാടില്ല എന്നാണ് ശാസ്ത്രം. ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം മാത്രമേ ചന്ദനം തൊടാൻ പാടുള്ളൂ എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുപോലെ ചൂണ്ടുവിരൽ കൊണ്ട് ചന്ദനം തൊടാൻ പാടില്ല. പുരികങ്ങൾക്ക് നടുവിലായി 3-ാം കണ്ണ് സ്ഥിതി ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ഈ സ്ഥാനത്താണ് ചന്ദനം തൊടേണ്ടത്. കുളിക്കാത്ത ദിവസങ്ങളിൽ ചന്ദനം തൊടാൻ പാടില്ല. അതുപോലെ ആർത്തവകാലത്തും ചന്ദനം തൊട്ടുകൂടാ എന്നാണ് ശാസ്ത്രം പറയുന്നത്. ആർത്തവ ദിവസങ്ങളിൽ ശരീരത്തിൽ നെഗറ്റീവ് എനർജി കൂടുതലുള്ള അവസരമാണ്. ആ ദിവസങ്ങളിൽ ചന്ദനം തൊട്ടാൽ വിപരീത ഫലമാണ് ഉണ്ടാവുക എന്നും പറയുന്നു. അതുപോലെ അരയ്ക്ക് താഴോട്ടുള്ള ഭാഗങ്ങളിലും ചന്ദനം തൊടരുത്. ഇതൊക്കെയാണ് ഈ ചന്ദനം, കുങ്കുമം ഇവയൊക്കെ തൊടുന്നതിൻ്റെയുള്ള പ്രാധാന്യങ്ങൾ. ഇനി പലതരത്തിലുള്ള നമസ്കാരമുണ്ട് ക്ഷേത്രത്തിൽ. അതിലൊന്നാണ് സാഷ്ടാംഗ നമസ്കാരം. അതുപോലെ ശയന പ്രദക്ഷിണം. ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സാധാരണ കൈകൾ രണ്ടും കൂപ്പി നെഞ്ചോട് ചേർത്ത് വച്ചാണ് നമ്മൾ നമസ്കാരം ചെയ്തത് ഭഗവാനെ നമസ്കരിക്കുന്നത് അഥവാ തൊഴുന്നത്. ശിരസ് മുതൽ പാദം വരെയുള്ള എല്ലാ ശരീരഭാഗങ്ങളും കൊണ്ട് നമസ്കരിക്കുന്നതിനാണ് സാഷ്ടാംഗ നമസ്കാരം എന്ന് പറയുന്നത്. കമിഴ്ന്ന് കിടന്ന് കൈകൾ രണ്ടും മുന്നോട്ട് കൂപ്പി വച്ചാണ് സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നത്. അതുപോലെ നടന്നാണ് നമ്മൾ സാധാരണ പ്രദക്ഷിണം വയ്ക്കുന്നത്. ശരീരഭാഗങ്ങളെല്ലാം ഉപയോഗിച്ച് പ്രദക്ഷിണം ചെയ്യുന്നതിനാണ് ശയന പ്രദക്ഷിണം എന്ന് പറയുന്നത്. സാഷ്ടാംഗ നമസ്കാരത്തിന് കിടക്കുന്നത് പോലെ കിടന്ന് പ്രദക്ഷിണ വഴിയിലൂടെ ഉരുണ്ടുരുണ്ട് പ്രദക്ഷിണം പൂർത്തിയാക്കുന്നു. ശരീരം മുഴുവനും ഉപയോഗിച്ച് പ്രദക്ഷിണം പൂർത്തിയാക്കുന്നു. തൊഴുന്നത് പോലും കണ്ട ഭാഗത്ത് കൈകൾ ചേർത്ത് വെച്ച് കൂപ്പിയാണ് സ്ത്രീകൾ ചെയ്യുന്നത്. സ്ത്രീകൾ സാഷ്ടാംഗ നമസ്കാരവും ശയന പ്രദക്ഷിണവും നടത്താറില്ല. സാധാരണഗതിയിൽ നമ്മൾ എവിടെ നോക്കിയാലും സാഷ്ടാംഗ നമസ്കാരവും ശയന പ്രദക്ഷിണവും സ്ത്രീകൾ പൊതുവേ ചെയ്യാറില്ല. പൊതുവേ എന്നല്ല, ചെയ്യാറേ ഇല്ല. അവർ തൊഴുകുന്നത് പോലും കണ്ട ഭാഗത്ത് കൈകൾ ചേർത്ത് വെച്ചാണ്, കഴുത്തിൻ്റെ ഭാഗത്ത് കൈകൾ ചേർത്ത് വെച്ചാണ് തൊഴുകുന്നത് പോലും. ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോൾ മാത്രമേ ക്ഷേത്ര ചൈതന്യം വർദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ആചാരങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടവയാണ്. അതനുസരിച്ചാണ് ഒരു ക്ഷേത്രത്തിൻ്റെ ചൈതന്യവർദ്ധനവും ഉണ്ടാകുന്നത്. ഇതിപ്പോൾ നമ്മളൊരു
ക്ഷേത്രത്തിൻ്റെ പൂജാവിധികൾ, ആചാരങ്ങൾ സാമാന്യമായ രീതിയിൽ ഒന്ന് മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ക്ഷേത്രങ്ങൾ, വലിയ ക്ഷേത്രങ്ങളിലും ചെറിയ ക്ഷേത്രങ്ങളിലും ഇതിൽ ചെറിയ വ്യത്യാസങ്ങളും ഉണ്ടാകാം. ഇതൊരു സാമാന്യമായ അറിവിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും അടുത്ത ഒരു വിഷയമായി കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.